അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചോളം അവരുടെ ആശ്രയ കേന്ദ്രമാണ് ഈ ആതുരാലയങ്ങൾ, സർക്കാർ ആതുരാലയങ്ങൾ. അപ്പോൾ ആ സർക്കാർ ആതുരാലയത്തിലേക്ക് ചെല്ലുന്ന ആളുകൾ, ജീവൻ രക്ഷിക്കാൻ ചെല്ലുന്ന ആളുകൾ ജീവച്ഛവമായി തിരികെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത്തരം ആശുപത്രികൾ മാറാൻ പാടുണ്ടോ എന്നതാണ് നമ്മൾ ഉയർത്തുന്ന ഒരു ചോദ്യം. ജിബിൻ ജെബി ഈ ആശുപത്രിയിലേക്ക് നേരിട്ടെത്തി ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ജിബിൻ ജെബി നമ്മോടൊപ്പം ചേരുകയാണ്. ജിബിൻ, നമ്മൾ ഈ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു റിപ്പോർട്ടാണിത്. വളരെ ആശ്ചര്യവും തോന്നുകയാണ്. കാരണം പ്രത്യേകിച്ച് ഈ മേൽക്കൂരയൊക്കെ ഇങ്ങനെ തകർന്ന് വീഴുകയാണെങ്കിൽ അവിടെയൊക്കെ ഇവരൊക്കെ അത്ഭുതകരമായിട്ടായിരിക്കണം അല്ലേ അപകടത്തിൽപ്പെടാതെ പോവുകയും ഒക്കെ തന്നെ രക്ഷപ്പെടുകയും ചെയ്യുന്നത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി നമുക്കിതിനെ കാണേണ്ടതുണ്ടോ, അതല്ല പല സംഭവങ്ങളും ഇതേ സമാനമായ രീതിയിൽ നമ്മൾ ഈ അവസ്ഥകൾ നേരത്തെ തന്നെ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്താണ് നെടുമങ്ങാട് സംഭവിച്ചത്? സംഭവത്തിന് ശേഷം എന്തെങ്കിലും മാറ്റം വന്നോ? പ്രജീഷ്, ഇന്നലെ ഈ നൗഫിയ എന്ന് പറയുന്ന 21 വയസ്സുകാരി നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തുന്നത് അദ്ദേഹത്തിൻ്റെ വാപ്പയുടെ പിതാവിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്, നടുവേദനയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ തിരികെ പോയത് വാപ്പയുടെ നടുവേദനയായിട്ടല്ല, നൗഫിയുടെ കൈക്കും അതുപോലെ തന്നെ മുതുകിനും ഗുരുതരമായ പരിക്കേറ്റ ശേഷമാണ് ഈ നൗഫിയയ്ക്ക് വീട്ടിലേക്ക് തിരികെ പോകേണ്ട സാഹചര്യം ഉണ്ട്. നമ്മളവിടെ ഇന്ന് ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഈ OP കെട്ടിടം, ഈ PMR OP എന്ന് പറയുന്ന കെട്ടിടം, ആ ഒരു OP പ്രവർത്തിച്ചിരിക്കുന്നത് വളരെയധികം കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടത്തിലാണ്. ഇന്നലെ അത് പൊളിഞ്ഞു വീണു. ഇന്ന് നമ്മൾ ചെന്ന സമയത്ത് അവിടെ ഒരു ബോർഡുണ്ട്, അതായത് 2/10/25 മുതൽ ഈ OP മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നു. പക്ഷേ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ OP പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് ഒരു 4 നില കെട്ടിടം മുഴുവൻ പണിയും തീർന്ന് കിടക്കുന്നത്. അവിടെ എക്യുപ്മെൻറ്റ്സ് ഇല്ല. എക്യുപ്മെൻറ്റ്സ് വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ സർജറി തിയേറ്റർ, അതിൻ്റെ സാധനങ്ങൾ ആവശ്യമുണ്ട്. പക്ഷേ ഒരു OP നടത്താൻ എന്തുകൊണ്ടാണ് ആ പുതിയ ബിൽഡിങ്ങിൽ നടത്താനുള്ള സൗകര്യം ഇല്ലാത്തതെന്നാണ്. കാരണം എനിക്ക് തോന്നുന്നത് ജീവൻ, ഈ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇവർ ഈ ആശുപത്രിയിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചിടും, അതിന് ഔദ്യോഗികമായിട്ട് മന്ത്രിമാരുടെയൊക്കെ തന്നെ ഡേറ്റ് കിട്ടി അവരെയൊക്കെ ആഘോഷപൂർവ്വമായിട്ട് ഇങ്ങനെ വിളിച്ച് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ്. അവരുടെയൊക്കെ ഡേറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താണ് ഇവിടെ ഇതുപോലൊരു സംഭവം നടക്കും. ഇത് കോട്ടയത്ത് നമ്മൾ ഒരു അക്ഷരത്തിൽ നമ്മൾ കണ്ടത്, കോട്ടയത്തും അതാണ് സംഭവിച്ചത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ സംഭവത്തിന് ശേഷം, ഇന്നലെ ഇത്രയും ഗൗരവത്തോടു കൂടി ഒരു അപകടം നടന്നതിന് ശേഷം എന്താണ് അവർ സ്വീകരിച്ച നടപടി? ഇന്നലെ രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ സംഭവം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ നമ്മൾ അവിടെ എത്തുന്നത് 6:30-ക്കാണ്. 6:30-ക്ക് എത്തി 10 മണിയാകുന്നവരെയും ആ കെട്ടിടത്തിൻ്റെ അകത്ത്, അതായത് OP മാറ്റി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള മുറികളിലെല്ലാം ആളുകൾ നിറങ്ങിയിരിപ്പുണ്ട്. ഇന്നലെ അപകടം നടന്ന അതേ മുറിയിലും 4 നേഴ്സും ഒരു ഡോക്ടറും അവിടെ ഇരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ ചെന്ന പാടെ അവർ ഇറങ്ങി പോകുന്നു. പിന്നീട് അവർ വന്നില്ല. പക്ഷേ മറ്റു മുറികളിലെല്ലാം ഇപ്പോഴും പ്രവർത്തനമാണ്. ആശുപത്രി സൂപ്രണ്ടിൻ്റെ റൂം ഉൾപ്പെടെ ആ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആ സൂപ്രണ്ടിൻ്റെ സൂപ്രണ്ട് എന്ന് എഴുതിയിരിക്കുന്ന ബോർഡിൻ്റെ മുകൾ വശത്ത് വരെ ഇതേപോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീണ അവസ്ഥയാണ് നെടുമങ്ങാട് ആശുപത്രിയിലുള്ളത്. തീർച്ചയായും വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം. കാരണം ഏതെങ്കിലും ഒരു അപകടം സംഭവിച്ച് ജീവൻ പൊലിയാഞ്ഞത് വലിയ ഭാഗ്യം. അപകടം സംഭവിച്ചെങ്കിൽ മാത്രമേ സിസ്റ്റം നന്നാക്കൂ എന്ന് പറയുന്ന ഒരു ശാഠ്യമാണ് ആരോഗ്യവകുപ്പിൻ്റെ നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ടത്, കാണേണ്ടത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ അപകടം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് DHSൽ നിന്നും റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും മന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെ ഓരോ അപകടം വരുമ്പോൾ ഓരോ റിപ്പോർട്ടുകൾ തേടുന്നു എന്നല്ലാതെ മറിച്ച് ഒന്നും സംഭവിക്കുന്നേ ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്ന് മാത്രം.